ഹായ്, ഞാൻ ഡോക്ടർ മോനിഷ്, ഈരാറ്റുപേട്ട സെൻട്രൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അലർജി, കുട്ടികളുടെ അലർജി. എസ്പെഷ്യലി ഇപ്പോൾ കുട്ടികൾ കൂടുതലും വെക്കേഷൻ ടൈം ആകുമ്പോൾ വീട്ടിൽ കൂടുതലായിട്ടും ഇരിക്കുന്ന സമയമാണ്. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർക്ക് അലർജി ഉണ്ടാകാം, അതായത് ഈ അലർജി കോസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം അവർക്ക് ഈ ജലദോഷം, തുമ്മൽ, പിന്നെ ചില കുട്ടികൾക്ക് ചുമ, പിന്നെ ഈ ആസ്മ പോലുള്ള സിംറ്റംസ്, ശ്വാസം മുട്ടൽ, ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് അലർജിയാണ്. അലർജി മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഈ അലർജി കോസിങ് ആയിട്ടുള്ള കാരണങ്ങൾ കാരണമാണ് ഇത് വരുന്നത്. അപ്പം മെയിനായിട്ടുള്ള ഒരു പല പല റീസൺസ് ഉണ്ട് അലർജി വരാനായിട്ട്. ഒന്ന് നമുക്ക് പൊടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ നമ്മളിപ്പം ഈവൻ നമ്മുടെ കട്ടിലുള്ള മെത്തയിലുള്ള ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ജീവിയാണത്. അപ്പോൾ അതിൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് അതെല്ലാം ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ കലരുന്നു. അപ്പോൾ അതൊക്കെ ശ്വസിക്കുമ്പോൾ കുട്ടികൾക്ക് അലർജി ഉണ്ടാകാം. പിന്നെ രണ്ടാമത്, ഇപ്പം നമുക്ക് കോക്രോച്ചുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കോക്രോച്ചിൻ്റെ ബോഡി പാർട്സും അതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാകും, അത് കാരണം ഉണ്ടാകാം. പിന്നെ വീട്ടിൽ പെറ്റ്സ്, അതായത് പട്ടി, പൂച്ച, അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവർ കുട്ടികളുടെ കൂടെ ഇപ്പോൾ വീട്ടിനകത്ത് കയറുക, അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ഈ രോമം അത് അന്തരീക്ഷത്തിലുണ്ടാവും. അപ്പോൾ അത് സോഫയിലും നമ്മുടെ കട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അലർജി, അത് വേറൊരു കോസാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്, നമ്മൾ വീട്ടിനകത്ത് പ്ലാന്റ്സ്, ചെടികൾ വെക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് അതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാകും. അപ്പോൾ അതും ഒരു കോസാണ് അലർജിയുടെ. പിന്നെ അത് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നീട് വേറെ തരത്തിലുള്ള അലർജി, ഭക്ഷണത്തിനോട് അലർജി ഉണ്ടാകാം, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒത്തിരി കോമൺ അല്ല. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കാണപ്പെടുന്ന അലർജി. നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വെക്കേഷനൊക്കെ കൂടുതൽ സമയം കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അതൊരു പാരൻസ് കാണും. ഇപ്പം കൂടുതൽ തുമ്മലും ചുമയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമത് വീടിൻ്റെ അന്തരീക്ഷം എല്ലാം ക്ലീനാക്കി വെക്കുക, കഴിയുന്നത്ര പൊടി ഒഴിവാക്കുക, എപ്പോഴും നന്നായിട്ട് വെള്ളം കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യുക വീടിനകം. പിന്നെ നമ്മുടെ മെത്തയൊക്കെ ആണെങ്കിൽ മെത്തയിൽ ഈ ഡസ്റ്റ് മൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് പ്രത്യേകതരം കവറിങ് കിട്ടും, ബെഡ് കവർ ചെയ്യാനായിട്ട്. അതായത് ഈ ഇത്ര മൈക്രോൺസ് കുറവുള്ള സുഷിരങ്ങളുള്ള കവറിങ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് മാറ്റുക, സോ ദാറ്റ് ഇൻസൈഡിൽ അങ്ങനെ ഇത് വരാതിരിക്കുക. പിന്നെ ഈ വിൻ്റർ സമയത്തും അങ്ങനെ ചില സമയങ്ങളിൽ ഈ പ്ലാന്റ്സിൻ്റെ പോളിനേഷനുള്ള ടൈമിലൊക്കെ വീടിനകം ക്ലിയർ ആക്കി വെക്കുക. പിന്നെ ഈ ഹെപ്പ പ്യൂരിഫയേഴ്സ്, എയർ പ്യൂരിഫയേഴ്സ് ഉണ്ട്, അത് വെച്ച് വീടിനകം നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പെറ്റ്സിനെ, പൂച്ച, പട്ടി മുതല ആനിമൽസിനെ വീടിനകത്ത് അലോ ചെയ്യാതെ പുറത്തേക്ക്. പിന്നെ പിള്ളേർക്ക് സ്റ്റഫ് ടോയ്സ് അധികം കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അലർജി മൂലമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.